ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയായിട്ട് മസാല ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നുറുക്ക് ഗോതമ്പ് മസാല ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകിയ ശേഷം 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പ് കുതിർക്കാൻ ഇടുമ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കണം, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. അതുപോലെ 1/2 ഗ്ലാസ് ഉഴുന്നും നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലാണ് ഞാൻ നുറുക്ക് ഗോതമ്പും ഉഴുന്നും അളന്നെടുത്തത്. ഈ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് നുറുക്ക് ഗോതമ്പും 1/2 ഗ്ലാസ് ഉഴുന്നും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് കുതിർക്കാനിട്ടാലും മതി. ഞാനിപ്പോൾ ഇത് കുതിർക്കാനിട്ട സമയത്ത് കറണ്ട് ഇല്ലായിരുന്നു, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുതിർക്കാനിടുന്ന വീഡിയോ കാണിക്കാത്തത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സഡ് ജാറിലേക്ക് ആദ്യം നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. നുറുക്ക് ഗോതമ്പ് മുഴുവനും ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉഴുന്നും കൂടെ ചേർക്കാം. ഉഴുന്നും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് ചോറ് ചേർക്കാം. ഇനി നമ്മൾ ഉഴുന്ന് കുതിർത്ത വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതൊഴിച്ചിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒരുപാട് ഒഴിക്കരുത്, അരയാൻ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഞാനിതിപ്പോൾ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. ഉപ്പ് ഈ സമയത്ത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ദോശ ചുടുന്ന സമയത്ത് ചേർത്താലും മതി. ഞാനിപ്പോൾ ചേർക്കുകയാണ്. ഞാനിതിപ്പോൾ രാത്രിയിലാണ് മാവ് അരച്ച് വയ്ക്കുന്നത്, രാവിലെ ദോശ ചുടാനായിട്ട്. അതല്ല വൈകിട്ട് ദോശ ചുടാനായിട്ടാണെങ്കിൽ രാവിലെ അരച്ച് ഒരു 6-7 മണിക്കൂർ പുളിപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ പാത്രം അടച്ചിട്ട് പുളിപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ആയപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് പുളിച്ച് പൊങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും ആവശ്യത്തിന് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇതിലിപ്പോൾ ആവശ്യത്തിന് ഉപ്പെല്ലാം ഉണ്ട്, ഒരുപാടങ്ങ് പുളിച്ച് പോയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് മസാല ദോശയ്ക്ക് വേണ്ട മസാല റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് പൊട്ടിക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇഞ്ചിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തത്. സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഈ മസാല ദോശയുടെ മസാലയ്ക്ക് ഒരുപാട് എരിവൊന്നും വേണ്ട, കുറച്ചൊരു എരി മതിയാകും. അതുകൊണ്ട് തന്നെ ഈ പച്ചമുളക് അത്രയും ചേർത്താൽ മതി. ഇനി ഞാനൊരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം. ക്യാരറ്റ് വേകാനായിട്ട് കുറച്ച് സമയം അടച്ചു വയ്ക്കാം. പിന്നെ ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, നല്ലപോലെ വേവിച്ചെടുക്കണം. ഇനി അതിൻ്റെ തൊലിയെല്ലാം മാറ്റിയിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ക്യാരറ്റെല്ലാം ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഉടച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കറി മസാലപ്പൊടിയും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നല്ലപോലെ ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങിൽ കട്ടയെല്ലാം മാറാനായിട്ട് ഇതുപോലെ ഒരു പൊട്ടറ്റോ മാഷറോ അല്ലെങ്കിൽ തവിയോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കാം.
ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കാനായിട്ട് കല്ല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒഴിക്കാം. കനം കുറച്ച് പരത്തിയെടുക്കണം. നന്നായിട്ട് പരത്തിയെടുക്കാം. സാധാരണ നമ്മൾ അരിമാവ് കൊണ്ട് മസാല ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഒട്ടും പാടൊന്നുമില്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ എളുപ്പമാണ് ഈ സൂചി ഗോതമ്പ് കൊണ്ടും ദോശ ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെ മസാല ദോശയോ സാധാരണ ദോശയോ അല്ലെങ്കിൽ തട്ട് ദോശ എന്ത് വേണമെങ്കിലും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നെയ്യോ ഓയിലോ ഒന്ന് പുരട്ടി കൊടുത്ത ശേഷം മസാല വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണിത്. സൂചി ഗോതമ്പ് കൊണ്ടാണ്, നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് ഇതുണ്ടാക്കിയെന്ന് ആരും തന്നെ പറയില്ല. സാധാരണ ഗോതമ്പ് ദോശയുടെ ഒരു ടേസ്റ്റും ഇതിനില്ല. സാധാരണ അരി ദോശ കൊണ്ട് ദോശ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. കാണാനും അതുപോലെ തന്നെയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മുടെ മസാല ദോശ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത സാധാരണ ഒരു നെയ് റോസ്റ്റ് പോലെ കനം കുറഞ്ഞ ഒരു ദോശ, പേപ്പർ ദോശ പോലെ ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും റേഷൻ കടയിൽ നിന്ന് ഇഷ്ടം പോലെ നുറുക്ക് ഗോതമ്പ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അല്ലാതെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും കുട്ടികൾക്കൊന്നും അതൊന്നും ഇഷ്ടമാവില്ല. അപ്പോൾ ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. സാമ്പാറിൻ്റെ കൂടെയോ തേങ്ങാ ചട്നി, തക്കാളി ചട്നി എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണിത്. 2 സൈഡും വെന്ത ശേഷം എടുത്ത് മാറ്റാം. നമ്മുടെ പേപ്പർ ദോശയും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ സാധാരണ നമ്മൾ അരി ദോശ കട്ടിയായിട്ടുണ്ടാക്കുന്ന പോലെ അതുപോലെ ഉണ്ടാക്കുകയാണ്. ഏത് രീതിയിലുണ്ടാക്കിയാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.